IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഋഷഭ് പന്തും അതുപോലെ വെങ്കടേഷ് അയ്യറുമായി ബന്ധപ്പെട്ടതാണ്. IPL-ൽ ഒരുപാട് പണങ്ങൾ മുടക്കി വലിയ ഹ്യൂജ് എമൗണ്ട് മുടക്കി ടീമിലെത്തിച്ച താരങ്ങളാണ് ഋഷഭ് പന്തും വെങ്കടേഷ് അയ്യറും. എന്നാൽ ഇരു താരങ്ങൾക്കും ഈ IPL-ൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഋഷഭ് പന്തിനെ പല സമയത്ത് പല പ്രമുഖരും കളിയാക്കുമ്പോൾ വെങ്കടേഷ് അയ്യർ പല പ്രമുഖരുടെ കളിയാക്കലിൽ നിന്നും ട്രോളുകളിൽ നിന്നും എങ്ങനെയൊക്കെ താരം രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഋഷഭ് പന്ത് ആവട്ടെ വെങ്കടേഷ് അയ്യർ ആവട്ടെ വളരെ മോശം പ്രകടനമാണ്. വെങ്കടേഷ് അയ്യർ ആവട്ടെ കഴിഞ്ഞ സീസണിലൊക്കെ വളരെ മികച്ച കളി പുറത്തെടുത്തിരുന്നു. എന്നാൽ ഈ ഒരു സീസണിൽ കാര്യത്തിനാവട്ടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഋഷഭ് പന്ത് ആവട്ടെ ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും ഒക്കെ ഒരു വലിയ പരാജയമായിട്ടാണ് ഋഷഭ് പന്തിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അടുത്ത സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് ഈ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാഹുൽ ദ്രാവിഡ് സഞ്ജുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: സഞ്ജു സാംസൺ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു താരമാണ്. സഞ്ജു സാംസൺ പരിക്കിനെ തുടർന്ന് കുറച്ച് മത്സരങ്ങൾ നഷ്ടമായത് ടീമിന്റെ ഒരു പരാജയത്തിന് വലിയ കാരണമായിട്ടുണ്ട്. സഞ്ജു കളിക്കാതെ പോയത് ഒരു വലിയ കാരണമായിട്ടുണ്ട്. സഞ്ജുവിന് മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറെ മത്സരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി. അത് ടീമിന്റെ പെർഫോമൻസിലും മൊത്തത്തിൽ ബാധിച്ചു. സഞ്ജു പരിക്കിന്റെ പിടിയിൽ അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിനെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ ഉടൻ തീരുമാനമെടുക്കും. ഏതായാലും ഈ ഒരു സീസണിൽ മികച്ച കളി ടീമിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജുവിനേറ്റ പരിക്കും ഒരു വലിയ RRന്റെ ഈ തവണത്തെ പ്രകടനത്തിൽ ഒരു വലിയ തിരിച്ചടിയായി. സഞ്ജു എന്ന് പറയുന്ന ഒരു താരം മുന്നിലുണ്ടാകുമ്പോൾ മറ്റുള്ള താരങ്ങൾക്ക് ഒരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. അത് ഇത്തവണ സഞ്ജുവിന്റെ പരിക്ക് അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി പറ്റിപ്പോയി. അത് വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ്. നമുക്കറിയാം സഞ്ജു സാംസൺ വളരെ മികച്ചൊരു താരമാണ്, മികച്ചൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിന് നന്നായി കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റിക്സിന് പരിക്കേറ്റ് പുറത്താവുന്നു. എന്നാൽ പിന്നീട് അതിന് ശേഷമുള്ള എല്ലാ മത്സരങ്ങളും RR തുടരെ പരാജയപ്പെടുന്നു. ഒരു മത്സരം ഒഴിച്ച് ബാക്കി എല്ലാ മത്സരവും പരാജയപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രമുഖരും സഞ്ജു സാംസനെ മെസ്സിനെ കുറിച്ചിട്ട് കഴിഞ്ഞ മത്സരം മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള പരാജയ ശേഷമൊക്കെ പറയുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.